ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ചിക്കൻ ഫ്രൈഡ് ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഇത് ഒന്നും കൂടിയും സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും എങ്ങനെ ഇത് തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 പീസ് ചിക്കന് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുന്ന ചെറിയ കുഴ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ച് കൊടുക്കുക. അതിനുശേഷം 4-5 ഭാഗത്തായിട്ട് കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അങ്ങനെ 2 സൈഡ് നമ്മൾ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് ചതച്ചിട്ട് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഇത് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഓയിലിൽ ഇടുമ്പോൾ നമ്മൾ ചതയ്ക്കുന്നത് കൊണ്ട് നമ്മൾ ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഈ ഓയിൽ തട്ടിയിട്ട് ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും നമുക്കിത് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ അങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചതച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് കത്തി കൊണ്ട് വരഞ്ഞത് കൊണ്ട് മസാല ഉള്ളിലേക്കൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട മസാലയൊക്കെ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് എരിവ് അധികമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് കുറച്ചിട്ടാൽ മതി. ഇത് ഇപ്പോൾ ഈ 3 ടീസ്പൂൺ മുളക് പൊടി ഈ 6 പീസ് ചിക്കന് ആവശ്യമാണ്. പക്ഷേ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത്രയും എരിവ് ആവശ്യം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടുക. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് എടുക്കാം. പിന്നെ ഇവിടെ 3 ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ചതച്ചിട്ട് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ കുറച്ച് നീരെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബീട്രൂട്ടിൻ്റെ 1/4 ഭാഗം മാത്രം എടുത്തിട്ട് അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് കുറച്ച് നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. അധികം കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ അത് ചെറിയൊരു കളർ വ്യത്യാസം വരും. അതിനുശേഷം ഇത് ഞാൻ ചുരുങ്ങിയത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം ഞാൻ ഇത് പുറത്തെടുത്തിട്ട് ചൂടായ ഓയിലിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം കോക്കനട്ട് ഓയിലിൽ പൊരിക്കുന്ന ടേസ്റ്റ് വേറെ ഏത് ഓയിലിൽ പൊരിച്ചാലും നമുക്ക് കിട്ടില്ല. അത് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യത്യാസം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞാൽ മറിച്ചിടുക. അങ്ങനെ 2 സൈഡും മൊരിനനുസരിച്ച് നമ്മൾ മറിച്ചിട്ട് നമ്മളിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഒരു ടൈമിൽ ഇപ്പോൾ ഇവിടെ 3 പീസ് എനിക്ക് ഇടാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി 3 പീസ് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത് അടുത്ത ട്രിപ്പ് ഇടുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഓയിൽ കളഞ്ഞിട്ട് വേണം അടുത്തത് ഇടാനായിട്ട്, അല്ലെങ്കിൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.